ഹേ ഗായ്സ്, BCUtsലേക്ക് അവർക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം BC. കുംഫു പാണ്ട 4 എന്ന സിനിമയുടെ ട്രെയിലർ റിലീസായിരുന്നു. എത്ര പേര് കണ്ടു എന്നുള്ള കാര്യം തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. കുംഫു പാണ്ട എന്ന സിനിമ നോക്കുകയാണെങ്കിൽ അത് കുട്ടികളുടെ സിനിമയാണ്, ഒരു അനിമേറ്റഡ് സിനിമയാണെങ്കിൽ പോലും അത് വലിയവർക്കും കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന തരത്തിലായിരിക്കും സിനിമ എടുത്തുകൊണ്ട് പോയിട്ടുണ്ടാവുക. എന്താ പറയുക, എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ് കുംഫു പാണ്ട എന്ന് പറയുന്നത്. നമുക്ക് എന്തെങ്കിലും ജീവിതത്തിൽ ഭയങ്കര ഡെസ്പായിട്ടുള്ള സമയത്ത്, ഭയങ്കര വിഷമമുള്ള സമയത്ത് സിനിമ കണ്ടുകയാണെങ്കിൽ നമുക്ക് വല്ലാത്തൊരു റിലീഫ്സ് കിട്ടും. എന്താ പറയുക, നമുക്ക് വല്ലാത്തൊരു പോസിറ്റീവ് എനർജി തരാൻ കഴിയുന്ന ഒരു സിനിമയാണ് കുംഫു പാണ്ട, ആ ഒരു ഫ്രാഞ്ചൈസ് സിനിമകളെന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. അതിൽ തന്നെ പൗ എന്ന കഥാപാത്രം നോക്കുകയാണെങ്കിൽ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു അനിമേഷൻ കഥാപാത്രം തന്നെയായിരിക്കും. സോ കുംഫു പാണ്ട ഫാൻസൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ കുംഫു പാണ്ടയ്ക്ക് ഒരു 4th പാർട്ട് എടുത്തുകൊണ്ട് വരികയാണ്. ഇത് കുംഫു പാണ്ട ആ ഫ്രാഞ്ചൈസിലെ അവസാനത്തെ സിനിമയാണെന്ന് പറയുന്നുണ്ട്. കുംഫു പാണ്ട ബേസിൽ ഇനിയൊരു ട്രയോളജി വരാൻ പോകുന്നു എന്നും പറയുന്നുണ്ട്. സോ ബേസിക്കലി ഇത് നോക്കുകയാണെങ്കിൽ പൗ എന്ന കഥാപാത്രം, പൗ എന്ന പാണ്ഡയുടെ, കുംഫു അറിയുന്ന പാണ്ഡയുടെ ഒരു എന്താ പറയുക ഒരു ജേണിയാണ്. ആ 3 പടങ്ങൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹം ആരായിരുന്നു എന്നുള്ള ജേണിയാണ്. സോ ഈ 4ാമത്തെ ട്രെയിലർ നമ്മൾ നോക്കുകയാണെങ്കിൽ അതേ ജേണി തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ട്രെയിലറിൽ നിങ്ങൾ എത്ര ശ്രദ്ധിച്ചു എന്നറിയില്ല, നമ്മളെ ഫ്യൂരിയസ് 5നെ കാണാൻ കഴിയുന്നില്ല. പക്ഷേ ഇപ്പോൾ അതൊരു ട്വീറ്റ് വന്നു, നമ്മൾ ഫ്യൂരിയസ് 5 അപ്പിയർ ആവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ട്രെയിലറിൻ്റെ അകത്ത് ആക്ച്വലി ഫ്യൂരിയസ് 5നെ കാണിച്ചിട്ടില്ല. സോ ബേസിക്കലി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മളുടെ 3rd പാർട്ടിൻ്റെ അകത്ത് നമ്മളുടെ കുംഫു പാണ്ട, നമ്മളെ പൗ നോക്കുകയാണെങ്കിൽ ആ ഒരു സ്പിരിറ്റ് വേൾഡിൽ പോയിട്ട് ഉഗ്വേര അടുത്ത ഒരു എന്താ പറയുക സക്സസറായിട്ട് മാറിയിട്ടുണ്ടാവും. ആ ഒരു സ്പിരിച്വൽ സ്റ്റാഫ് എല്ലാം കൊടുത്തിട്ടുണ്ടാവും. സോ ഇപ്പം നമ്മളുടെ കുംഫു പാണ്ടയ്ക്ക് പുതിയൊരു എന്താ പറയുക, നമ്മളെ പൗവിന് പുതിയൊരു എന്താ പറയുക ഒരു ദൗത്യമുണ്ട്. ഈ തൻ്റെ ഡ്രാഗൺ വായർ എന്ന പദവി വേറൊരാൾക്ക് കൊടുത്തതിന് ശേഷം വാലി ഓഫ് പീസ് എന്ന് പറഞ്ഞ ആ സ്ഥലത്തിൻ്റെ സ്പിരിച്വൽ വായറായിട്ട് മാറുക എന്നുള്ളതാണ്. ആക്ച്വലി നമ്മൾ ആ പൗവിനെ കൊണ്ട് ആ ഒരു കാര്യം നടക്കത്തില്ല. പക്ഷേ 2nd പാർട്ടിൽ തന്നെ അദ്ദേഹം ആ ഒരു പീസ് കണ്ടുപിടിച്ചതാണ്. പക്ഷേ ഒരു സ്പിരിച്വൽ ലീഡർ ആവുക എന്ന് പറയാൻ നേരത്ത് എത്രമാത്രം പീസ് വേണം? നമ്മളുടെ ആക്ക് നോക്കിയാണെങ്കിൽ ഭക്ഷണമില്ലാതെ 5 മിനിറ്റ് ഒരു സെക്കൻഡ് പോലും ജീവിക്കാൻ പറ്റാത്ത ഒരാളാണ് കുംഫു പാണ്ട. വളരെ രസകരമായിട്ട് ആ സിനിമ എടുത്തുകൊണ്ട് പോയിട്ടുണ്ടാകും. കാരണം ഇതിനു മുമ്പ് വന്ന 3 കുംഫു പാണ്ട സിനിമകളും കുംഫു പാണ്ട സീരീസുകളായാലും ആ കഥ പറഞ്ഞ രീതി, പാണ്ഡയുടെ രീതികൾ, ഇതെല്ലാം കൊണ്ടാണ് ആ പടം നമ്മളിലേക്ക് അടുത്ത് നയിക്കുന്നത്. സോ അതുപോലെ തന്നെയാണ് ഇതിൻ്റെ അനിമേഷനൊക്കെ വളരെ നന്നായിട്ടുണ്ട്. നല്ല ഡീസൻ്റ് ആയിട്ടുള്ള അനിമേഷൻ നമുക്കിത് കാണാൻ കഴിയുന്നുണ്ട്. ഇതിൻ്റെ അത് പുതിയൊരു ഫോക്സ് കഥാപാത്രം അകത്തോട്ട് വന്നിട്ടുണ്ട്. ഈ ഫോക്സ് കഥാപാത്രമാണ് അടുത്ത ഡ്രാഗൺ വയർ ആവാൻ പോകുന്നത് എന്ന് പറയുന്നുണ്ട്. ഈ ഫോക്സ് കഥാപാത്രം നോക്കുകയാണെങ്കിൽ ഒരു തീഫാണ്. ഒരു തീഫ് അടുത്തൊരു ഡ്രാഗൺ വയറായിട്ട് മാറാൻ പോവുകയാണ്. സോ ഇതും ഒരു മെസ്സേജ് തന്നെയാണ്. നമ്മളെ സമൂഹത്തിൻ്റെ ഏത് തട്ടിലുള്ളവരാണെങ്കിലും നമ്മളെ മനസ്സ് നല്ലതുണ്ടെങ്കിൽ, നമുക്ക് മറ്റുള്ളവർക്ക് നല്ലത് ചെയ്യണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല നിലയിലേക്ക് വരും എന്ന് പറയുന്ന ഒരു മെസ്സേജ് കൺവേ ചെയ്യാൻ വേണ്ടി ആയിരിക്കാം ഒരു തീഫ എന്നൊരു ക്യാരക്ടർ ഡ്രാഗൺ വയർ ആവാൻ പോകുന്നു എന്ന് പറയുന്നത്. സോ ഈ പടത്തിൻ്റെ മെയിൻ വില്ലനായിട്ട് വരാൻ പോകുന്നത് കാമിലിയോൺ എന്ന് പറയുന്ന ഒരു പുതിയ വില്ലനെയാണ് ഇറക്കിയിരിക്കുന്നത്. വില്ലത്തിയാണ് ഇറക്കിയിരിക്കുന്നത്. നോക്കുകയാണെങ്കിൽ ഒരു മോസ്റ്റ് പവർഫുൾ വില്ലനാണ്. എനിക്ക് തോന്നുന്നു ഇതുവരെ നമ്മളുടെ പൗ നേരിട്ടതിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് നമ്മളുടെ കാമിലിയോൺ എന്ന് പറയുന്നത്. ഷേപ്പ് ഷിഫ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു വില്ലത്തിയാണ്. വർഷങ്ങൾക്ക് ശേഷം നമ്മളുടെ കുംഫു പാണ്ട ഫസ്റ്റ് ഇറങ്ങി വർഷങ്ങൾക്ക് ശേഷം നോക്കുകയാണെങ്കിൽ ടൈലാങ്, യെസ്, നമ്മളുടെ കുംഫു പാണ്ടയുടെ നെമിസസ് ആയിട്ടുള്ള ടൈലാങ്ങിനെ റിട്ടേൺ ആയിട്ടുണ്ട്. ടൈലാങ്ങിന്റെ പവറിനെ ആക്ച്വലി കമിലിയോൺ സക്ക് ചെയ്യുമ്പോൾ ഒരു സീനിൽ കാണിക്കുന്നുണ്ട്. എന്താ പറയുക, സക്ക് ചെയ്യുമ്പോൾ കാണിക്കുന്നുണ്ട്. ആക്ച്വലി ഇതിലൊരു തിയറി ഉണ്ട്, നമ്മുടെ കമിലിയോൺ ആക്ച്വലി ഇവിടെ ലൈഫ് ഫോഴ്സ് അല്ല സക്ക് ചെയ്യുന്നതെന്നും ഇവിടെ കുംഫു എബിലിറ്റിയെ, ആ ഒരു സ്പിരിറ്റിനെ, കുംഫു സ്പിരിറ്റിനെയാണ് സക്ക് ചെയ്യുന്നതെന്നും ഒരു തിയറി വരുന്നുണ്ട്. എത്രമാത്രം ശരിയാണെന്ന് അറിയത്തില്ല. പടം നോക്കുകയാണെങ്കിൽ വളരെ ഫണ്ണി ആയിട്ട് ആ ട്രെയിലർ തന്നിട്ടുണ്ട്. നോക്കുകയാണെങ്കിൽ കുട്ടികളുടെയൊക്കെ വയലൻസ് ഇഷ്ടമാണെന്ന് പറഞ്ഞ സീനൊക്കെ നോക്കുകയാണെങ്കിൽ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ആക്ച്വലി കുറച്ച് ക്രീപ്പി ആയിരുന്നു സീൻ കാണാൻ വേണ്ടിയിട്ട്. പ്രത്യേകിച്ച് ആ കുട്ടി മുയലിൻ്റെ പല്ലൊക്കെ കാണാൻ നമുക്ക് ക്രീപ്പി ആയിട്ട് ഫീൽ ചെയ്യും. ഇപ്പോൾ നോക്കിയാൽ നമ്മളെ പൗവും ഈ ഒരു ഫോക്സും കൂടെ ചേർന്ന് നമ്മളെ കമിലിയോണിനെ തടുക്കാൻ വേണ്ടി പോവുകയാണ്. സോ എനിക്ക് തോന്നുന്നു നമ്മളെ പൗവിൻ്റെ കയ്യിലുള്ള ആ ഒരു സ്റ്റാഫ്, ആ ഒരു സ്പിരിറ്റ് സ്റ്റാഫ് നോക്കുകയാണെങ്കിൽ നമ്മളെ കമിലിയോണിന് ആവശ്യമുണ്ട്. സോ ഈ ഒരു സ്റ്റാഫ് വെച്ച് നോക്കുകയാണെങ്കിൽ ആ ഒരു സ്പിരിറ്റ് വേൾഡ് ഓപ്പൺ ചെയ്യുകയും അവിടെയുള്ള വാരിയേഴ്സിനെ പുറത്തു കൊണ്ടുവന്ന് അവരുടെ എന്താ പറയുക ആ ഒരു സ്കില്ലിനെ പുറത്തെടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. കാരണം ഒരു സ്പെസിഫിക് സീനിൽ നോക്കുകയാണെങ്കിൽ നമ്മളെ കമിലിയൻ്റെ കയ്യിൽ ആക്ച്വലി സ്റ്റാഫ് ഇരിപ്പുണ്ട്. സോ ബേസിക്കലി നമ്മുടെ കമിലിയോണിനും പൗവിനും ഒരു ഫൈറ്റ് നടന്നിട്ടുണ്ടാവാം. ആ ഫൈറ്റിൽ പൗവിൻ്റെ സ്കിൽസിനെ ഇവർ എടുത്തിട്ടുണ്ടാവാം, കൂടെ സ്റ്റാഫും കൂടെ. കാരണം ട്രെയിലറിൻ്റെ ക്ലൈമാക്സിൽ നമ്മളെ കമിലിയോൺ പൗവായിട്ട് തന്നെ മാറുന്നുണ്ട്. സോ നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടാവും, എന്നെ തോപ്പിക്കാൻ ഞാൻ തന്നെ വരണമെന്ന് പറയും പോലെ പൗവിനെ തോപ്പിക്കാൻ പൗ തന്നെ വരും പോലെ ആയിരിക്കും ക്ലൈമാക്സ് എടുത്തുകൊണ്ട് പോയിട്ടുണ്ടാവുക. പറഞ്ഞത് ഒരുപാട് ഹ്യൂമറസ് നമുക്ക് ഈ ട്രെയിലറിൻ്റെ അത് കാണാൻ കഴിയും. പ്രത്യേകിച്ച് നോക്കുകയാണെങ്കിൽ ഉരുളക്കിഴങ്ങും ഈ ചക്കക്കുരുവൊക്കെ കുറച്ച് തിന്നാൻ പറയണം പാണ്ഡ്യയുടെ അടുത്ത്. അങ്ങനെ തിന്നാൽ ഇങ്ങനെ സംഭവിക്കും അല്ലേ, അതാണ്. അങ്ങനെ ഒരുപാട് ഫണ്ണി ആയിട്ടുള്ള കാര്യങ്ങൾ സിനിമയിൽ വെച്ചിട്ടുണ്ടാകും. സോ ഇത് ബേസിക്കലി നമ്മളെ കുംഫു പാണ്ടയുടെ പുതിയൊരു ട്രാൻസ്ഫോർമേഷനാണ്. അദ്ദേഹം ഡ്രാഗൺ വയറായിട്ട് ഇത്ര നാളും ജീവിച്ചിരുന്നു. തൻ്റെ ആ പൊസിഷൻ മറ്റൊരാൾക്ക് കൈമാറി മറ്റൊരു എന്താ പറയുക മേഖലയിലേക്ക്, എന്താ പറയുക ഒരു സ്പിരിച്വൽ വാരിയർ എന്ന മേഖലയിലേക്ക് മാറാൻ വേണ്ടി അദ്ദേഹം ശ്രമിക്കുകയാണ്. ഇതിനകത്ത് നമ്മളെ ഫ്യൂരിയസ് 5നെ കാണാനില്ല. നമ്മളെ പാണ്ട പുതിയൊരു ടീമിനെ സെറ്റ് ചെയ്ത് നമ്മളെ കമിലിയനെ ഫൈറ്റ് ചെയ്യാൻ പോലെ തോന്നുന്നുണ്ട്. മേ ബി നമ്മളെ ഫ്യൂരിയസ് 5ൻ്റെ പവേഴ്സ് നേരത്തെ തന്നെ നമ്മളെ കമിലിയൻ
എടുത്തിട്ടുണ്ടാവാം, ക്ലിയർ ആയിട്ട് അറിയത്തില്ല. സോ ബേസിക്കലി എനിക്ക് തോന്നുന്നു കമിലിയൻ ഇവിടെ സ്പിരിറ്റ്, ആ ഒരു കുംഫു സ്പിരിറ്റിനെ സക്ക് ചെയ്യാൻ നേരത്ത് ഇവർക്ക് കുംഫു വരത്തില്ല. മേ ബി ആ ഒരു കഴിവ്, കുംഫു ചെയ്യാനുള്ള കഴിവ് മൊത്തം മറന്നു പോയിട്ടുണ്ടാവാം. സോ നമ്മളെ പാണ്ഡയ്ക്കും ആ എന്താ പറയുക കുംഫു ചെയ്യാനുള്ള കഴിവ് മറന്നു പോയിട്ടുണ്ടാവാം. നമ്മൾ ആ ഒരു ഫോക്സിന്റെ സഹായത്തോടു കൂടി വീണ്ടും ആ കുംഫു ഒന്നും ഇവിടെ പോകുന്നില്ല, അത് നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ട്രെയിൻ ചെയ്താൽ വരുന്നൊരു കാര്യമാണ് എന്ന് മെസ്സേജ് പറയും പോലത്തെ. നമ്മളെ ജീവിതത്തിൽ നമുക്കൊന്നും തന്നെ അങ്ങനെ പോകത്തില്ല, നമ്മൾ ട്രെയിൻ ചെയ്യുമ്പോഴും നമുക്കെല്ലാം കിട്ടും എന്ന് പറയുന്ന ഒരു ഫിലോസഫി ബേസ് ചെയ്തായിരിക്കും സിനിമ എടുത്തുകൊണ്ട് പോകുന്നത്. ട്രെയിലർ എത്ര പേര് കണ്ടു, ട്രെയിലർക്ക് എത്ര പേര് ഇഷ്ടപ്പെട്ടു എന്നുള്ള കാര്യം തീർച്ചയായും താഴെ കമന്റ് ചെയ്യുക. ഞാൻ എന്തായാലും തെറ്റായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. മറ്റൊരു ദിവസം മറ്റൊരു കാണാം. അതുവരെയും വിഷ്ണു ചന്ദ്രൻ സൈനിങ് ഓഫ്.